മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായി നിലമ്പൂരും വണ്ടൂരും വീണ്ടും അടയാളപ്പെടുത്താൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി. അതിശക്തമായ പോരാട്ടം നടന്ന ഈ രണ്ട് മണ്ഡലങ്ങളിലും UDF വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമെന്നാണ് ഇപ്പോൾ പ്രാഥമിക കണക്കുകൾ വിലയിരുത്തുമ്പോൾ ബോധ്യപ്പെടുന്നത്. ബൂത്ത് തലങ്ങളിൽ നിന്നും ശേഖരിച്ച കണക്കുകൾ ഇരുമുന്നണികളും അവലോകനം ചെയ്തു കഴിഞ്ഞു. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിഗമനങ്ങളിലേക്ക് UDF ക്യാമ്പ് എത്തിച്ചേരുന്നത്. UDF ക്യാമ്പ് കനത്ത ആത്മവിശ്വാസത്തിലാണ്. നമുക്ക് നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു സമഗ്രമായ വിശകലനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഇത്തവണ പോളിംഗ് ശതമാനം 80 കടന്നിരിക്കുകയാണ്. അവസാന കണക്കുകൾ വരുമ്പോൾ 80% മുകളിൽ, നേരിയ ശതമാനത്തിന് 80% മുകളിലുള്ളൊരു പോളിംഗ് ആണ് നിലമ്പൂരിൽ ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ നിന്ന് ഈ 80% കണക്കെടുക്കുമ്പോൾ 1,89,300 വരെ വോട്ടുകൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ പോൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഔദ്യോഗികമായ ഒരു കണക്ക് വരുന്നത്. അന്തിമ കണക്കല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ വരുന്നതേ ഉള്ളൂ. എന്തായാലും 1,89,000 മുകളിലുള്ള വോട്ടുകൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ പോൾ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇത്തവണ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. ഈ ഒരു കണക്കിൽ UDF ക്യാമ്പ്, പ്രത്യേകിച്ച് UDFന്റെ ബൂത്ത് തല കണക്കുകളിൽ നിന്നും അവർ വിശകലനം ചെയ്യുന്നത് UDF നിലമ്പൂരിൽ വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ്. അതിനവർ ആധാരമായി മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകൾ ഇപ്രകാരമാണ്. ഇത്തവണ BDJSന്റെ ഭാഗമായി NDAയിൽ ഗിരീഷ് മേക്കാടാണ് മത്സരിച്ചത്. ഗിരീഷ് മേക്കാട് 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ 12,200 വോട്ടുകൾ നേടിയ ഒരു സ്ഥാനാർത്ഥിയാണ്. ഇത്തവണ ഗിരീഷ് മേക്കാട് തന്റെ മുഴുവൻ സ്വാധീനവും ഉപയോഗിച്ച് സംസ്ഥാന വ്യാപകമായ ഒരു NDAയുടെ ഒരു മുന്നേറ്റത്തിന്റെയൊക്കെ ഭാഗമായി നിലമ്പൂരിലും ഒരു മുന്നേറ്റം കാഴ്ചവെക്കുകയാണെങ്കിൽ പരമാവധി ഗിരീഷ് മേക്കാട് 16,000 വോട്ടുകൾ വരെ നിലമ്പൂർ മണ്ഡലത്തിൽ ഇത്തവണ നേടാനുള്ള ഒരു സാധ്യതയാണ് UDF ക്യാമ്പ് നൽകുന്നത്. ഇത് അവർ ഒരു കണക്ക് തയ്യാറാക്കുമ്പോൾ ആ കണക്കിൽ അവർ ഉൾപ്പെടുത്തിയ ഒരു സാങ്കല്പിക കണക്കാണ്. ഒരു 16,000 വോട്ട് വരെ ഗിരീഷ് മേക്കാട് നിലമ്പൂരിൽ നേടാമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം തന്നെ ആം ആദ്മി സ്ഥാനാർത്ഥി, നോട്ട, ഇവയ്ക്കൊക്കെ ലഭിക്കുന്ന ഒരു ആകെ തുക വോട്ടുകൾ നോക്കുകയാണെങ്കിൽ ഒരു 3,000 വോട്ടുകൾ വരെ അങ്ങനെയും പോൾ ചെയ്യപ്പെടാം എന്നാണ് UDF ക്യാമ്പിന്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ബാക്കി വരുന്ന ആകെ വോട്ടുകൾ 1,70,000 വോട്ടുകളാണ് ബാക്കി ആകെ വരുന്നത്. ഈ 1,89,000 വോട്ടുകളിൽ NDAയും മറ്റ് വോട്ടുകളും കൂടെ പോൾ ചെയ്യപ്പെടുന്ന കണക്കെടുത്താൽ 19,000 വോട്ടുകൾ അങ്ങനെ മാറ്റിവെച്ചാൽ പിന്നീട് വരുന്നത് 1,70,000 വോട്ടുകളാണ് പിന്നീട് കണക്കിലേക്ക് വരുന്നത്. ഇതിലാണ് UDF LDF വോട്ടുകൾ വിലയിരുത്തുന്നത്. 2021 ഗിരീഷ് VV പ്രകാശ് UDFന്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ നിന്നും ജനവിധി തേടിയപ്പോൾ അദ്ദേഹം നേടിയ വോട്ടുകളുടെ കണക്ക് 78,257 വോട്ടുകളാണ്. അപ്പോൾ UDFന് 78,257 വോട്ടുകളിലൂടെ കൃത്യമായ ഒരു കേഡർ വോട്ടുകൾ ഉണ്ടെന്നാണ് UDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. മാത്രമല്ല ഇത്തവണ മാറിമറിയലുകൾ, വോട്ടുകളുടെ കാര്യത്തിൽ അൻവറിന്റെ വോട്ടുകൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിമറിയലുകളൊക്കെ സംഭവിച്ചാൽ പോലും ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ 95,000 മുകളിലുള്ള വോട്ടുകൾ ഇത്തവണ നേടുമെന്ന ഒരു പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ 1,70,000 ബാക്കിയുള്ള വോട്ടുകളിൽ 95,000 വോട്ടുകൾ ആര്യടൻ ഷൗക്കത്ത് നേടുകയാണെങ്കിൽ LDF സ്ഥാനാർത്ഥി U ഷറഫ് അലി നേടാൻ സാധ്യതയുള്ളത് 75,000 വോട്ടുകളാകുവാനുള്ളൊരു സാധ്യതയാണ് UDF ക്യാമ്പ് കണക്ക് കൂട്ടുന്നത്. ഇങ്ങനെ ഒരു കണക്കിലേക്ക് വരികയാണെങ്കിൽ UDFന്റെ ഭൂരിപക്ഷം 20,000 മുകളിലായിരിക്കും എന്ന് തന്നെയാണ് UDF ക്യാമ്പിന്റെ കൃത്യമായ ഒരു അവലോകനം. ഈ ഒരു അവലോകനത്തിലാണ് ക്യാമ്പ് ഉള്ളത്. അപ്പോൾ ഇനി കൂടുതൽ വോട്ടുകൾ LDF സമാഹരിക്കുകയാണെങ്കിൽ, ശക്തമായൊരു പോരാട്ടം നടത്താൻ സാധ്യതയുണ്ടെങ്കിൽ, അതിനുള്ളൊരു സാധ്യത ഇപ്പോഴും അവർ കൽപ്പിക്കുന്നില്ല. കാരണം എതിർ സ്ഥാനാർത്ഥി കാര്യമായ രാഷ്ട്രീയപരമായ ഒരു ശക്തനായിരുന്നില്ല. അത്തരത്തിലുള്ള ചില വോട്ടുകളുടെ മാറിമറിയലുകളൊക്കെ സംഭവിക്കാം. ഇനി അൻവർ വോട്ടുകൾ കൂടുതൽ, ഇടതുപക്ഷത്തിന്റെ വോട്ടുകളാണ് അൻവർ വോട്ടുകൾ, അൻവർ LDF ക്യാമ്പിലേക്ക് പോയാൽ പോലും പരമാവധി ഒരു 75,000 വോട്ടുകൾ LDF സ്ഥാനാർത്ഥി നേടിയാൽ പോലും ആര്യടൻ ഷൗക്കത്ത് 20,000 കുറയാത്ത വോട്ടുകൾക്ക് നിലമ്പൂരിൽ വിജയിച്ച് കയറുമെന്നൊരു കൃത്യമായ കണക്കാണ് UDF ക്യാമ്പ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. ഏറ്റവും വലിയ പോരാട്ടം നടന്നാൽ പോലും 15,000 മുകളിലുള്ളൊരു ഭൂരിപക്ഷം എന്തായാലും ഉണ്ടാകും. കഴിഞ്ഞ ജൂൺ മാസം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 11,077 വോട്ടാണ് ആര്യടൻ ഷൗക്കത്തിന്റെ ലീഡ്. എന്തായാലും ഇത്തവണ അതിൽ ഒരു 10,000 വോട്ടിന്റെ കൂടി വർധനവ് ഇത്തവണ ഉണ്ടാക്കിയെടുക്കുമെന്നൊരു
തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നിലമ്പൂരിലെ UDF ക്യാമ്പ്. ആ ഒരു കണക്ക് കൂട്ടലുകൾ ഇപ്പോൾ കൂട്ടിയും കിഴിച്ചും ആ അന്തിമ കണക്കുകളിൽ നിന്നും ഇപ്പോൾ ആത്മവിശ്വാസം അവർക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. എന്തായാലും UDF ക്യാമ്പ് നിലമ്പൂരിൽ കനത്ത ആത്മവിശ്വാസത്തിലാണ്. ഒരുപക്ഷെ ഈ ഭൂരിപക്ഷം 25,000 കടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന ഒരു കണക്ക് കൂട്ടലിലാണ് UDF ക്യാമ്പുള്ളത്. അപ്പോൾ UDF നിലമ്പൂർ മണ്ഡലം ഇത്തവണ കോൺഗ്രസ് അരിടൻ ഷൗക്കത്തടക്കം സ്ഥാനാർത്ഥിയായി പ്രചരണം നടത്തുമ്പോൾ പറയുന്നത് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നിലമ്പൂരിൽ നേടുമെന്നാണ്. ഒരുപക്ഷെ ആ ഒരു സാഹചര്യത്തിലേക്ക് ഈ കണക്കുകൾ വിശകലനം ചെയ്യുമ്പോൾ UDF നിലമ്പൂരിൽ വിജയിച്ച് കയറുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇനി നമുക്ക് വണ്ടൂർ നിയോജക മണ്ഡലത്തിന്റെ ഒരു വിശകലനത്തിലേക്കാണ് വരുന്നത്. വണ്ടൂർ നിയോജക മണ്ഡലം AP അനിൽകുമാർ ഇത്തവണ മൃഗീയ ഭൂരിപക്ഷത്തിന്റെ വോട്ടിൽ ലീഡിൽ വണ്ടൂരിൽ നിന്ന് വിജയിച്ചു കയറുമെന്നാണ് ഇപ്പോൾ ഒരു കണക്കുകൾ വരുന്നത്. പോളിംഗ് ശതമാനം 81.5% മുകളിലാണ് വണ്ടൂരിലെ പോളിംഗ് ശതമാനം. അതായത് ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ 2,01,500 വോട്ടുകൾ വണ്ടൂരിൽ ഇത്തവണ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്രയും വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ആ ഒരു കണക്ക് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ BJP പരമാവധി കഴിഞ്ഞ തവണ 7,000-ന് സമാനമായ വോട്ടുകളാണ് അവർ ശേഖരിച്ചത്. ഇത്തവണ ഒരു 10,000 വോട്ടുകൾ ശേഖരിച്ചാൽ പോലും മറ്റു വക 1,000 വോട്ടുകൾ നഷ്ടപ്പെട്ടാൽ പോലും ബാക്കി വരുന്ന വോട്ടുകളിൽ എന്തായാലും AP അനിൽകുമാർ 1,10,000-ഓളം വോട്ടുകൾ വണ്ടൂരിൽ ഇത്തവണ നേടാനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് UDF ക്യാമ്പ് കണക്ക് കൂട്ടുന്നത്. എതിർ സ്ഥാനാർത്ഥി ഡോക്ടർ KK ദാമോദരൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച മിഥുന 71,000-ലധികം വോട്ടുകളാണ് വണ്ടൂരിൽ നേടിയത്. അതാണ് അവരുടെ ഒരു പരമാവധി വോട്ടുകൾ. അപ്പോൾ ഇനി ഡോക്ടർ KK ദാമോദരൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തോടുകൂടി വോട്ടുകൾ വർദ്ധിച്ചാൽ പോലും പരമാവധി 80,000 വോട്ടുകൾ വരെ LDF വണ്ടൂരിൽ നേടുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ 1,10,000-ലധികം വോട്ടുകൾ AP അനിൽകുമാറിനും പോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വണ്ടൂരിൽ ഇത്തവണ 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ 30-ൽ കുറയാത്ത വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDFന് വിജയിച്ചു കയറാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 15,563 കൃത്യമായ AP അനിൽകുമാറിന്റെ ഭൂരിപക്ഷം. ഇത്തവണ അത് ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്നൊരു ആത്മവിശ്വാസത്തിനാണ് UDF ക്യാമ്പ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ്. എന്തായാലും ഇതൊക്കെ ഒരു കണക്കുകൾ മാത്രമാണ്. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഗ്രൗണ്ട് സീറോയിൽ നിന്നും ഇപ്പോൾ പോൾ ചെയ്യപ്പെട്ട വോട്ടുകൾ, മുൻകാല വോട്ടുകൾ, അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള പരമാവധി വോട്ടുകൾ എന്നിവയുടെ എല്ലാം ഒരു ആകെത്തുക കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു കണക്കുകളാണ്. ഇത് വിശകലനം ചെയ്യുന്ന കണക്കുകളാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾക്കെല്ലാം അട്ടിമറികൾ സംഭവിച്ച വാർത്തകളും അത്തരം സാഹചര്യങ്ങളും ഒക്കെ മുൻപും നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ നമ്മുടെ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്രയും വലിയ ഒരു വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ നിലമ്പൂരിലും വണ്ടൂരിലും UDF കനത്ത ആത്മവിശ്വാസത്തിലാണ്. നിലമ്പൂരിൽ 20,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിലും വണ്ടൂരിൽ 30,000 കടക്കുന്ന ഭൂരിപക്ഷത്തിലും വിജയിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDFും കോൺഗ്രസ് പ്രവർത്തകർ. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. Pittapillil Agencies, the most trusted name in TV, mobiles and appliances.